ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2023 ഒരു ഫാന്റസി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ലൂപ്പ് ട്രാക്ക് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മൂവിയുടെ വൺ ലൈൻ ഞാൻ എന്തായാലും പറയുന്നില്ല. അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ചാനൽ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് മൂവീസ് നമ്മൾ അതിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ചാനലിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് വെച്ചേക്കാം. മറക്കാതെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ. അധികം സംസാരിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു കഥ തുടങ്ങുമ്പോൾ ന്യൂസിലൻഡിലെ ഒരു വലിയ ഫോറസ്റ്റ്, അതിനുള്ളിലേക്ക് ഹൈക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ഇയാന്റെ ഒരു സ്വഭാവത്തെ പറ്റി പറയുകയാണെങ്കിൽ മറ്റുള്ളവരോട് അധികം അങ്ങനെ ഇടപഴകാത്ത ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ്. ഇപ്പോൾ തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറ്റി ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹൈക്കിങ്ങിന് വേണ്ടി അവൻ ഈ ഒരു കാടിനുള്ളിലേക്ക് പോകുന്നത്. അങ്ങനെ കാർ ഓടിച്ച് അവിടേക്ക് വരുമ്പോൾ ആൾറെഡി തന്നെ അവിടെ ഒരു 3 കാർ കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്തെ ഈ ഹൈക്കിങ്ങിന് മറ്റുള്ള ആളുകളും വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഇയാൻ അവിടെ ഇരുന്ന് അവന്റെ ഫോൺ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് മിസ് കോൾ ഉണ്ട്. പക്ഷെ അതൊന്നും അവൻ വലിയ കാര്യമാക്കാതെ അവിടെ പാർക്ക് ചെയ്തേക്കുന്ന ആ ഒരു കാറുകളിലേക്ക് നോക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് എന്തോ ഒരു രൂപം അവനെ നോക്കുന്നത് പോലെ. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ് ഒരു സ്ത്രീ വന്ന് അവന്റെ കാറിലേക്ക് തട്ടുന്നു. അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഇപ്പോൾ ഇയാൻ ആ ഒരു ട്രെയിലിനകത്തേക്ക് പോകുന്നതിന് മുന്നേ അവനോട് പറയുന്നുണ്ട്, ഞങ്ങൾ ആ ഒരു വശത്ത് പല കെണികളും വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ പോകണം. അതേപോലെ തന്നെ മീമി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകതര അനിമൽ ഉണ്ട്, അത് ഒരുപാട് മൃഗങ്ങളെ ഈ കാടിനകത്ത് കൊല്ലുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഈ ഒരു സ്ത്രീയുടെ രൂപമെല്ലാം കണ്ടിട്ട് ഇയാൻ അത്ര നല്ലതായിട്ട് തോന്നില്ല. ഒരു നല്ല മൂഡ് അവന് കിട്ടുന്നില്ല. അപ്പൊ ഇയാൻ പറയും, ഞാൻ എന്തായാലും ഒറ്റയ്ക്കാണ് പോകുന്നത് എന്നെല്ലാം പറഞ്ഞ് അവരിപ്പോ അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ ഇയാൻ വീണ്ടും ആ ഒരു കാറുകളിലേക്ക് നോക്കുമ്പോൾ നേരത്തെ അവനെ നോക്കി ആ ഒരു രൂപ ഇപ്പൊ അവിടെ ഇല്ല. അപ്പൊ ഇയാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ തന്റെ ബാഗ് എല്ലാം പാക്ക് ചെയ്ത് നേരെ അതിന്റെ ആ ഒരു എൻട്രൻസ് ഉണ്ടല്ലോ അവിടേക്ക് ചെന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോൾ അത്രയും നല്ലൊരു കാഴ്ചയാണ്. അങ്ങനെ കുറച്ചു നേരം എന്തോ ഒരു കാര്യം ആലോചിച്ചിട്ട് അവൻ നേരെ അകത്തേക്ക് നടന്നു പോകുന്നു. അങ്ങനെ ഇവിടെ നിന്നും ഇയാൻ ഒരുപാട് ദൂരം നടന്ന് ഇപ്പൊ നല്ലതുപോലെ ക്ഷീണിച്ചിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് എത്തുമ്പോഴത്തേക്കാണ് ഇവൻ ഇപ്പോൾ പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് ഒരു 10 മിനിറ്റ് മാത്രമേ ഇവിടേക്ക് നടന്നിട്ടുള്ളൂ. അതുപോലെ അടുത്തൊരു ക്യാബിനുള്ളത് ഇവിടെ നിന്ന് 9 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ്. അങ്ങനെ അവിടെ നിന്നും കുറെ ദൂരം നടന്ന് ചെല്ലുമ്പോഴത്തേക്കും അവന്റെ കാല് നല്ലതുപോലെ വേദന എടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം അവിടെ റെസ്റ്റ് എടുത്ത് ആ ഒരു സോക്സ് ഇങ്ങനെ ഊരി മാറ്റുമ്പോഴത്തേക്കാണ് കാല് ചെറിയ രീതിയിൽ മുറിഞ്ഞിട്ടുണ്ട്, കാരണം ഇത്രയും ദൂരം നടക്കുന്നത് കൊണ്ട്. ഓക്കെ, എന്തായാലും കുറച്ചു നേരം അവിടെ റെസ്റ്റ് എടുത്ത് അത് കഴിഞ്ഞ് അവൻ വീണ്ടും അതുവഴി ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറെ ദൂരെയായിട്ട് രണ്ടുപേരും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നു. അവർ കപ്പിൾസാണ്. അങ്ങനെ ഇവരെ കാണുമ്പോഴത്തേക്ക് ഇയാന്റെ ആ ഒരു സ്വഭാവം അറിയാലോ, മറ്റുള്ളവരോട് അധികം അങ്ങനെ പോയി സംസാരിക്കാത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ പോകാൻ വേണ്ടി ഒരുപാട് നേരം ആ ഒരു വഴി തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. കുറെ നേരം കഴിഞ്ഞിട്ടും അവരവിടെ നിന്ന് പോകുന്നൊരു ലക്ഷണം കാണുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും അവരെ കഴിഞ്ഞ് പോയാലേ പറ്റൂ. അതുകൊണ്ട് ഈ ഒരു കാടിനകത്തോടെ കയറിയിട്ട് ഈ ഒരു വഴിയെക്കുറിച്ച് മുന്നിലേക്ക് പോകാൻ വേണ്ടി അവർ കാണാതെ പതിയെ ശബ്ദം ഉണ്ടാക്കാതെ ഒളിച്ചൊളിച്ച് അവരുടെ മുന്നിലേക്ക് ചെന്ന് അവർ കാണാതെ ഇങ്ങനെ പോവാണ്. അപ്പോഴേക്കാണ് അവർ പെട്ടെന്ന് ബാഗ് കൊടുത്ത് ഇവന്റെ പിറകെ വരുന്നതും ഇയാൻ അതും കണ്ട് പേടിച്ച് ഓടുന്നു. എന്നിട്ട് ഈ ഒരു ചെടികൾക്കിടയിലേക്ക് കയറി ഒളിച്ചിരിക്കുമ്പോഴത്തേക്കും ഇവർ ആ ഒരു വഴിയെ തന്നെയാണ് വരുന്നത്. അങ്ങനെ ഇവർ നടന്ന ആ ഒരു സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്കും ആ കൂടെയുള്ള ആ ഒരു പെണ്ണുണ്ടല്ലോ, അവള് നമ്മുടെ ഇയാൻ ഒളിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വരികയാണ്. എന്താന്ന് നോക്കുമ്പോൾ അവിടെ എന്തോ ഒരു പൂവുണ്ട്. അത് കണ്ടിട്ടാണ് അവൾ അവിടേക്ക് വന്നത്. അങ്ങനെ ആ ഒരു പൂവെടുത്ത് അവൾ മണത്ത് നോക്കുമ്പോഴത്തേക്കും ഇയാൻ ഇതെല്ലാം കണ്ട് ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് നടന്നു പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഇയാൻ പുറകെ നടന്നു പോകുന്നത്. അങ്ങനെ വീണ്ടും നമ്മുടെ ഇയാൻ കുറേ ദൂരം നടന്നിട്ട് കുറച്ച് സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് വന്ന് റെസ്റ്റ് എടുത്ത് എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞ് ബാഗെല്ലാം തുറന്ന് ഓരോന്നിടത്ത് കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് പെട്ടെന്നൊരു ശബ്ദം. തിരിഞ്ഞു നോക്കുമ്പോൾ നിക്കി എന്ന് പറഞ്ഞിട്ട് ഒരുത്തനാണ് അവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇവനും ആ ഒരു ക്യാബിന്റെ അടുത്തേക്ക് നടന്നു പോവാണ്. വരുന്ന വഴിക്കാണ് നമ്മുടെ ഇയാനെ കണ്ടതുകൊണ്ട് തന്നെ ഹേയ് നമുക്ക് എന്തായാലും ഒരുമിച്ച് പോയാലോ എന്നും പറഞ്ഞ് നമ്മുടെ ഇയാന് കൈ കൊടുക്കുന്നു. ഇയാനും ഇപ്പോൾ വേറെ വഴിയില്ല, എന്തായാലും അവനോടൊപ്പം പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവർ രണ്ടുപേരും ആ ഒരു വഴിയെ കുറേ ഇങ്ങനെ നടന്നു വരികയാണ്. നടന്നു വരുന്ന വഴിക്ക് നമ്മുടെ നിക്കാണെങ്കിലോ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ കാര്യങ്ങളെല്ലാം ഓരോ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടെമ്പററി ആയിട്ടാണ് അവൻ ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഇയാൻ അവനെന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ബിസിനസ് നടത്തുമായിരുന്നു. അല്ല, ഇപ്പോൾ ആ ഒരു ബിസിനസ്സിന് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഞാൻ കുറച്ച് നാള് അതിൽ നിന്നെല്ലാം മാറി നിൽക്കാമെന്ന് വിചാരിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് ഇവരെ കാര്യങ്ങളും പറഞ്ഞ് ഇവർ വീണ്ടും അവിടെ നിന്ന് കുറേ ദൂരം നടന്ന് ഈ ഒരു 9 മണിക്കൂർ ഏകദേശം കഴിഞ്ഞു. അപ്പോഴേക്കാണ് ഇവർ ആ ഒരു ക്യാബിൻ കണ്ടുപിടിക്കുന്നത്. അതുപോലെ അവിടേക്ക് എത്തുമ്പോഴത്തേക്കും തന്നെ രാത്രിയായി. അതിനകത്ത് വെളിച്ചമുണ്ട്. അങ്ങനെ രണ്ടുപേരും ആ ഒരു ക്യാബിന് വെളിയിലേക്ക് ചെന്നിട്ട് അവരുടെ ഷൂവും കാര്യങ്ങളെല്ലാം വെളിയിലേക്ക് ഊരിയിടാണ്. അങ്ങനെ നമ്മുടെ ഇയാന്റെ കാലിലെ ആ ഒരു ഷൂ ഊരുമ്പോഴത്തേക്കും അവന്റെ കാല് നല്ലതുപോലെ മുറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നിക്കി അകത്തേക്ക് കയറുമ്പോൾ ഇയാനോട് പറയുമ്പോൾ നമുക്ക് അകത്തേക്ക് പോകാന്ന് പറയുമ്പോൾ ഈ ആൻസൈറ്റി കാരണം നമ്മുടെ ഇയാന് അതിനകത്തുള്ളവരുമായിട്ട് സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആളുകളാണല്ലോ, അതുകൊണ്ട് തന്നെ അവരോട് പരിചയപ്പെടാനും സംസാരിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വരാമെന്നും പറഞ്ഞ് കുറച്ചു നേരം അവൻ വെളിയിലിരുന്നിട്ട് ഇയാനും ഇപ്പോൾ അകത്തേക്ക് കയറി വരുന്നു. അപ്പോഴേക്കാണ് ഇവർ വഴിയിൽ വെച്ച് കണ്ട ആ ഒരു കപ്പിൾസ് ഉണ്ടല്ലോ, അവര് രണ്ടുപേരോട് നമ്മുടെ നിക്കി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നിക്കി ഇയാനെ വിളിച്ചിട്ട് ഹേയ് പരിചയപ്പെടുന്നു പറഞ്ഞ് ഇയാൻ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പൊ അവരുടെ രണ്ടുപേരുടെയും പേര് മോണിക്ക, അതേപോലെ തന്നെ ഓസ്റ്റൻ.
അപ്പോഴാണ് മോണിക്ക ഇയാനെ കണ്ടിട്ട് അല്ലെ നിങ്ങളെ ഞാൻ എവിടെയെ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇയാൻ പറയും ഇല്ലില്ല ഞാൻ നിങ്ങളെ എവിടെയെ കണ്ടിട്ടില്ല. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കിടക്കാനായിട്ട് പോകുമ്പോൾ നിക്കി ഇയാനോട് പറയുന്നുണ്ട് അവർ രണ്ടുപേരും ചിലപ്പോൾ ഹണിമൂൺ ആഘോഷിക്കാനായിരിക്കും ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഇപ്പോൾ കിച്ചണിലേക്ക് പോയി എന്തോ ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കാണ്. അപ്പോൾ നമ്മുടെ ഇയാൻ അവൻ ഈ ഒരു ഹാൻബർഗർ ഉണ്ടല്ലോ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിക്കിയും അടുത്തേക്ക് വന്ന് അവനോട് ഇങ്ങനെ സംസാരിക്കുന്നതും ഇവിടെ മോണിക്കയും മോസ്റ്റനും ഇവർ രണ്ടുപേരും ബാഗിൽ എന്തോ ഒരു കാര്യം കൊണ്ടുവന്നു. പക്ഷെ അതിപ്പോ കാണുന്നില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഓസ്റ്റൻ അവിടെ നിന്ന് പോകുന്നതും ഇവിടെ നിക്കി ഇയാനെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു പാത്രത്തിന് തീ പിടിക്കും. കാരണം ഇയാൻ അത് ശ്രദ്ധിച്ചില്ല. അപ്പൊ ഈ ഒരു പുകയും കൂടി വരുമ്പോഴത്തേക്ക് ഇത് കണ്ട മോണിക്ക ഓടി ആ ഒരു കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നിക്കിയും മോണിക്കയും ആ ഒരു തീ അണയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇയാനാണെങ്കിലോ ഈ ഒരു കാര്യമെല്ലാം കണ്ട് എന്തോ പോലെ ആയിട്ട് അവൻ പെട്ടെന്ന് അവന്റെ ബാഗ് എടുത്ത് ഈ ഒരു ജനാല വഴി താഴേക്കിട്ട് അവൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. വേറെ ഒന്നല്ല ഇവരുടെ അടുത്ത് നിന്ന് അവന് മാറി നിൽക്കണം. അങ്ങനെ അവരുടെ അടുത്ത് നിന്ന് ആ ഒരു ബാഗ് എടുത്ത് കുറേ ദൂരെ ഇങ്ങനെ വന്നിട്ട് ഇവൻ പോകേണ്ട ആ ഒരു വഴിയിൽ കുറച്ച് ദൂരെയായിട്ട് നോക്കുമ്പോൾ എന്തോ ഒരു കറുത്ത രൂപം അവന് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പൊ ഇയാൻ എന്താ ചെയ്യുന്ന വെച്ചാല് തിരിച്ച് ആ ഒരു ക്യാബിൻ എവിടെയെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ക്യാബിൻ അവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് വീണ്ടും മുന്നിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു രൂപത്തെ കാണുന്നില്ല. അതുകൊണ്ട് അവൻ എന്താ തീരുമാനിക്കുന്നത് വെച്ചാൽ തിരിച്ച് ആ ഒരു ക്യാബിനിലേക്ക് തന്നെ പോവാം എന്നുള്ള രീതിയിൽ അവൻ നേരെ തിരിച്ച് ആ ഒരു ക്യാബിനടുത്തേക്ക് വരുമ്പോൾ അവിടെ ഓസ്റ്റൻ വെളിയിൽ ഇരുന്നിട്ട് സിഗരറ്റ് വലിക്കാണ്. എന്നിട്ട് അല്ല നീ എവിടേക്കാ പോകുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇയാൻ പറയും ഞാൻ എവിടെയും പോയതൊന്നുമല്ല കുറച്ച് കാറ്റ് കൊള്ളാന്ന് പറഞ്ഞ് വെളിയിലേക്ക് പോയതാണ് എന്നും പറഞ്ഞിട്ട് അവൻ ആ ഒരു കാടിനുള്ളിലേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോൾ ഓസ്റ്റൻ ചോദിക്കും അല്ല നീ എന്താ അവിടേക്ക് നോക്കുന്നേ? ഒന്നുമില്ല ആ ഒരു കാടിനകത്ത് ഞാൻ എന്തോ ഒരു അനിമലിനെ കണ്ടതുപോലെ. അപ്പോൾ ഓസ്റ്റൻ പറയും അതാണോ? അത് ഈ ഒരു കാടിനുള്ളിൽ കരടികളും മറ്റും കാണും അതുകൊണ്ടായിരിക്കും. കാരണം ഞാൻ സിംബാബ്വേയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്റെ നായനെ ഒരു സിംഹം ഇതേപോലെ കൊന്നിരുന്നു എന്നുള്ള കാര്യം ഓസ്റ്റനും പറയും. അപ്പോഴേക്കാണ് നിക്കി വെളിയിലേക്ക് വന്നിട്ട് ഇയാൻ കിച്ചൺ ഇതുവരെ വൃത്തിയാക്കിയിട്ടില്ല ബാ അകത്തേക്ക് പോകുന്ന പറഞ്ഞ് അവനെ വിളിച്ച് അകത്തേക്ക് ചെന്ന് അത് കഴിഞ്ഞ് ഇവരെല്ലാവരും ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ ഇയാൻ ഉറക്കം വരുന്നില്ല. അങ്ങനെ ആ ഒരു രാത്രി ഒരു വിധത്തിൽ കഴിഞ്ഞ അടുത്ത ദിവസം ഇയാൻ ഫുഡെല്ലാം കഴിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കാണ് മോണിക്ക അവിടേക്ക് വന്നിട്ട് എന്തോ ചെയ്യാൻ വല്ലാണ്ടിരിക്കുന്നു ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? ഇല്ല നല്ലതുപോലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവൾ പറയും ശരി ഇതാ നമുക്ക് എന്തായാലും പോകാനായിട്ട് സമയമായി റെഡിയാവുമെന്നും പറഞ്ഞ് അവൾ പോകുന്നത് നമ്മുടെ നിക്കി അവിടേക്ക് വന്നിട്ട് ഇയാൻ റെഡിയാവും നമുക്ക് എന്തായാലും പോകാനായിട്ട് സമയമായി അതുമല്ല നിനക്ക് പുതിയ സോക്സ് എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് അവന്റെ 2 സോക്സ് നമ്മുടെ ഇയാൻ ഇങ്ങനെ കൊടുക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഇവരുടെ ആ ഒരു ഹൈക്കിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ എല്ലാവരും നടന്നു പോകുമ്പോഴത്തേക്കും നമ്മുടെ നെക്കിയും അതേപോലെ തന്നെ ഓസ്റ്റനും ഇവര് രണ്ടുപേരും മുന്നിൽ സംസാരിച്ചുകൊണ്ട് പോകുന്നു. പുറകിലാണെങ്കിൽ ഇയാനും മോണിക്കയും ഇവര് രണ്ടുപേരും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിങ്ങനെ നടന്നു വരുമ്പോൾ മോണിക്ക പെട്ടെന്ന് താഴെയായിട്ട് കുറച്ച് പൂക്കൾ കാണും. അവൾക്ക് ഈ ഒരു പൂക്കൾ എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. അങ്ങനെ അതിന്റെ അടുത്തേക്ക് ചെന്ന് ആ ഒരു പൂക്കളെല്ലാം പിച്ചിട്ട് ഇയാനോട് ഫോട്ടോ എടുക്കാൻ പറയും. അപ്പോൾ ഇയാനാണെങ്കിൽ അവളുടെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ കുറെ നേരം അവൻ അങ്ങനെ നിൽക്കാൻ കഴിയുന്നില്ല കാരണം അവന്റെ ആ ഒരു ആൻസൈറ്റി തന്നെയാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഒരു പുഴയുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ നിക്കി അവൻ ഈ ഒരു പുഴയിൽ നിന്ന് കൈ കൊണ്ട് മീനെ പിടിക്കാൻ നോക്കുന്നു. പക്ഷെ ഒരിക്കലും നടക്കുന്നില്ല. അപ്പൊ കരയിൽ ഇവർ മൂന്നുപേരും ഇങ്ങനെ സംസാരിക്കുമ്പോൾ മോണിക്കയും ഓസ്റ്റനും പറയും നമ്മൾ ഇവിടെ വന്നിട്ട് ഇതുവരെയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പക്ഷികളെ നമ്മൾ കണ്ടില്ലല്ലേ, എന്തുകൊണ്ടായിരിക്കും ഈ ഒരു പ്രദേശത്ത് ഇനി പക്ഷികൾ ഇല്ലായിരിക്കോ എന്നെല്ലാം പറയുമ്പോൾ ഇയാൻ പറയും ഒരുപക്ഷെ അതിന്റെ മുട്ടകൾ എടുക്കാനായിട്ട് എലികളോ മറ്റേതെങ്കിലും ചെറിയ ജീവികൾ വരുന്നുണ്ടായിരിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവരെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇവർ പരസ്പരം പറയുന്നുണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ നിക്കി അവിടേക്ക് വന്നിട്ട് നമുക്ക് എന്തായാലും പിരിഞ്ഞു പോയാലോ എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഇയാൻ ആദ്യം അതിന്റെ സമ്മതിക്കും. അതേപോലെ തന്നെ നിക്കി മറ്റു ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അല്ല നിനക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീകൾ എങ്ങനെയുള്ള സ്ത്രീകളാണ്, എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരുപാടായിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇയാന് അതിനൊന്നും മറുപടി പറയാണ്ട് കഴിയുന്നില്ല. പെട്ടെന്ന് അവൻ ആ ഒരു ആൻസൈറ്റി കൂടിയിട്ട് അവൻ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഇവരുടെ അടുത്ത് നിന്ന് കുറച്ച് മാറി നിൽക്കും. അങ്ങനെ കുറെ ദൂരം ഉള്ളിലേക്ക് പോയിട്ട് ഈ ഒരു കാടിനകത്തേക്ക് കരയുന്നു. അവൻ അതൊന്ന് സമാധാനപ്പെടാൻ വേണ്ടി കുറെ നേരം അങ്ങനെ നിൽക്കുമ്പോൾ അവൻ ഇങ്ങനെ സമാധാനപ്പെടാൻ വേണ്ടി അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അടുത്തുള്ള ആ ഒരു മരത്തില് ഈ ഒരു രക്തം പറ്റിയിരിക്കുന്ന കാര്യം അവൻ കാണുന്നത്. അങ്ങനെ അതുകൂടി കാണുന്നതും ഇവൻ പെട്ടെന്ന് പേടിച്ചിട്ട് വീണ്ടും തിരിച്ച് ഇവരുടെ അടുത്തേക്ക് തന്നെ വരും. എന്നിട്ട് ഇവരോട് ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അവരത് വലിയ കാര്യമാക്കാതെ വീണ്ടും നമ്മുടെ ഇയാനെ വിളിച്ച് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ ഇയാൻ ഇപ്പോഴും പേടിയുണ്ട്. കാരണം അവ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ആ ഒരു രൂപം അതെന്താണെന്ന് അവൻ അറിയത്തില്ല. അങ്ങനെ ഇവർ നടന്നു പോകുമ്പോൾ ഇയാൻ വീണ്ടും തിരിഞ്ഞു നോക്കി ആ ഒരു രൂപത്തെ കാണുമ്പോൾ ഇപ്പൊ ഓസ്റ്റനെ വിളിച്ചിട്ട് ഓസ്റ്റൻ നീ അവിടേക്ക് ഒന്ന് നോക്കുന്നു പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഓസ്റ്റൻ അതേപോലെ തന്നെ മോണിക്ക ഇവർക്ക് രണ്ടുപേർക്ക് അതെന്താണെന്ന് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഇവർ പറയും അത് വേറെ എന്തെങ്കിലും മൃഗമായിരിക്കും നിനക്ക് തോന്നുന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവർ വീണ്ടും അവിടെ നിന്ന് നടന്ന് അടുത്തൊരു ക്യാബിനിലേക്ക് എത്തുകയാണ്. അങ്ങനെ എല്ലാവരും അകത്തേക്ക് നടന്ന് ചെല്ലുമ്പോൾ ആ ഒരു ക്യാബിനകത്ത് വേറെ ആരെയും കാണുന്നില്ല. പക്ഷെ അവിടെ 2 ബാഗുകൾ ഇരിക്കുന്നത് നമ്മുടെ ഇയാൻ കണ്ടുപിടിക്കും. അപ്പൊ ഇത് കണ്ട് നമ്മുടെ നിക്കി നേരെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു ബാഗ് കാണുമ്പോൾ അതിന്റെ കളർ വെച്ചിട്ട് നിക്കി പറയും എന്തായാലും ഇത് 2 പെൺകുട്ടികളായിരിക്കാം, കാരണം കളർ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു പറയുമ്പോൾ നമ്മുടെ ഓസ്റ്റൻ ഉണ്ടല്ലോ അവനിപ്പോൾ അവന്റെ ഗിത്താർ എടുത്തിട്ട് അതിങ്ങനെ പ്ലേ ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ രാത്രിയാകുമ്പോൾ ഓസ്റ്റൻ ആ ഒരു ഗിത്താർ പ്ലേ ചെയ്യുന്നു.
മോണിക്ക, നിക്കി ഇവരെല്ലാവരും ഡാൻസ് എല്ലാം കളിച്ചിട്ട് നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയാനാണെങ്കിലോ ആ ഒരു തീയിട്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോഴേക്കാണ് നിക്കി അടുത്തേക്ക് വന്നിട്ട് ഇയാനോട് പറയുന്നത്, ഇയാൻ ബാ ഡാൻസ് കളിക്കാം, മോണിക്ക നിന്നോട് ഡാൻസ് കളിക്കാമെന്ന് പറയുന്നു. പക്ഷേ ഇയാൻ പറയും, ഇല്ലില്ല എനിക്ക് എന്തായാലും താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ തന്നെ ഇരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയിൽ എല്ലാവരും കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മുടെ ഇയാൻ മാത്രം ഉറങ്ങുന്നില്ല. അവൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കുറേ നേരം അവിടെ തന്നെ ഇരുന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ ഒരു ക്യാബിന്റെ ഡോർ തുറക്കാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്ന് ആരോ ഒരാൾ ടോർച്ച് അടിക്കുന്നു. അതാരാണെന്ന് വെച്ചാൽ നിക്കിയാണ്. ഇയാൻ നീ എന്താ ചെയ്യാൻ പോകുന്നേ, എന്തേ ഉറക്കം വരുന്നില്ലേ എന്നും പറഞ്ഞ് നമ്മുടെ ഇയാനെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോയിട്ട് അവന് ഈ ഉറക്ക ഗുളികയുണ്ടല്ലോ അതെല്ലാം കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് അവനോട് പറയുന്നത്, ഈ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം ഒരിക്കലും കിട്ടത്തില്ല, അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളെല്ലാം മറക്കണമെന്നെല്ലാം പറയുമ്പോൾ ഇത്തവണ നമ്മുടെ ഇയാൻ എന്തായാലും അവനോട് മറുപടി പറയുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ ആ ഒരു ക്യാബിനില്ലേ അവിടുത്തെ പോലെയല്ലേ ഇവിടെ കുറച്ചുകൂടി ശബ്ദം കുറവാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല. പക്ഷെ ഇങ്ങനൊരു സ്ഥലമാണ് ഞാൻ ആഗ്രഹിച്ചത്, എന്നിട്ട് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല എന്നെല്ലാം പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ ഇയാൻ കുറച്ച് വെള്ളം എടുക്കാനായിട്ട് കിച്ചണിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് വെള്ളം എടുത്ത് തിരിച്ച് നടന്നു വരുമ്പോഴത്തേക്കാണ് ആ ഒരു പെൺകുട്ടികളുടെ ബാഗുകൾ ഇരിക്കുന്നല്ലോ അവിടെയായിട്ടൊരു ക്യാമറയുണ്ട്, അവർ യൂസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ ആ ഒരു ക്യാമറ എടുത്ത് നമ്മുടെ ഇയാൻ അതിലുള്ള ഫോട്ടോസ് എല്ലാം ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നിക്കി പറഞ്ഞതുപോലെ തന്നെ അവർ രണ്ടുപേരും സ്ത്രീകളാണ്. അപ്പോൾ അവരും ഇവരെ പോലെ തന്നെ ഹൈക്ക് ചെയ്യാനായിട്ട് വന്നതാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഒരു കാര്യം, ആ ഒരു ഫോട്ടോകളിലെ ഒന്നില് നമ്മുടെ നിക്കിയെ ഇയാൻ കണ്ടുപിടിക്കും. എന്താണെന്ന് വെച്ചാൽ ഇവർ ഫോട്ടോ എടുക്കുന്നതിന്റെ പുറകിലായിട്ട് നിക്കി കുറെ ദൂരെയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു പെൺകുട്ടികൾ ഇവിടെ ഇല്ല, അവരുടെ ബാഗ് മാത്രമേ ഇവിടെ ഉള്ളൂ. അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ കഴിയാതെ ഇയാൻ വിചാരിക്കും നിക്കി ആയിരിക്കും അവരെന്തെങ്കിലും ചെയ്തത് എന്നും പറഞ്ഞ് അവൻ നടന്നങ്ങനെ വരുന്നതും പെട്ടെന്ന് ഈ ഒരു മരുന്ന് കഴിച്ചത് കൊണ്ട് തന്നെ അവൻ അധികം നേരം പിടിച്ചെടുക്കാൻ കഴിയാതെ അവൻ നേരെ താഴേക്ക് വന്ന് വീഴാണ്. അങ്ങനെ നല്ല ഉറക്കമായിട്ട് ഇപ്പോൾ അടുത്ത ദിവസം അവൻ കണ്ണു തുറക്കുമ്പോൾ ആ ഒരു സ്ലീപ്പിംഗ് ബാഗ് വെച്ചിട്ട് അവൻ നല്ലതുപോലെ മൂടിയിട്ടുണ്ട്. അപ്പോഴേക്കാണ് മോണിക്ക അവിടേക്ക് വന്നിട്ട്, ഹേ ഇയാൻ നീ എഴുന്നേറ്റെന്ന് ചോദിക്കുമ്പോൾ ഇയാൻ ചോദിക്കും, അല്ല ബാക്കിയുള്ളവരോടെ, ഓസ്റ്റിനും നിക്കിയും മീൻ പിടിക്കാനായിട്ട് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇയാൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ആ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കാൻ വേണ്ടി മോണിക്കയോട് പറയും, നിക്കിയില്ലേ അവൻ ഈ ഒരു പെൺകുട്ടികളെ എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞ് ആ ഒരു ക്യാമറയും വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വെളിയിലേക്ക് പോയ നിക്കിയും ഓസ്റ്റിനും അവർ രണ്ടുപേരും അകത്തേക്ക് കയറി വരും. അപ്പോൾ ഇയാൻ ഒരുപാട് നേരം ആ ഒരു ക്യാമറയിൽ പിടിച്ചിട്ട് ഇവരോട് ഇപ്പോൾ ആ ഒരു സത്യം പറയാണ്, ഇവിടെ എന്തായാലും വന്നിട്ടുള്ളത് രണ്ട് പെൺകുട്ടികളാണ്, അവരെ രണ്ടുപേരെയും നിക്കി എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, കാരണം അവരെടുത്ത ഫോട്ടോയുടെ പുറകിലായിട്ട് നിക്കിയെ ഞാൻ കണ്ടു. അപ്പോൾ ഓസ്റ്റിൻ ചോദിക്കും, ശരി അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫോട്ടോ കാണിക്കാൻ പറയുമ്പോൾ ഈ ഒരു ക്യാമറയുടെ ബാറ്ററി തീർന്നത് കൊണ്ട് തന്നെ ക്യാമറ ഇപ്പോൾ വർക്കാവുന്നില്ല. അപ്പോൾ നിക്കി പറയും, അല്ല ഇവൻ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ഇയാൻ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിക്കി തന്നെയാണ് ആ ഒരു പെൺകുട്ടികളെ കൊന്നത് എന്നുള്ള രീതിയിൽ നിക്കിയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതും. നിക്കി പറയും, ഹേയ് എനിക്കിതൊന്നും അറിയത്തില്ല, രണ്ട് പെൺകുട്ടികൾ ഇവിടെ വന്നിട്ട് അവർ ബാഗ് ഇവിടെ വെച്ച് വെളിയിലേക്ക് എവിടെ ഇങ്ങനെ പോയതായിരിക്കാം. അപ്പോഴാണ് ഇയാൻ പറയുന്നത്, അല്ല നീ ഇന്നലെ രാത്രി എനിക്ക് കഴിക്കാൻ എന്നാ തന്നത്, ഡ്രഗ് അല്ലേ എന്നെല്ലാം പറഞ്ഞ് വീണ്ടും നിക്കിയെ കുറ്റപ്പെടുത്താണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ നീ എന്തുകൊണ്ടാണ് ആ ഒരു പെൺകുട്ടികളുടെ ഫോട്ടോയിൽ വന്നു, എന്തുകൊണ്ടാണ് നീ അവരെ അങ്ങനെ തുറിച്ച് നോക്കിയത് എന്നെല്ലാണ്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഈ നിക്കിയോട് ചോദിക്കുമ്പോഴത്തേക്കും അതിനൊന്നും മറുപടി പറയാനായിട്ട് നിക്കിയെ കൊണ്ട് കഴിയുന്നില്ല. അവനിപ്പോഴും അവരെ കൊന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പെൺകുട്ടികൾ ഇതിനകത്തേക്ക് കയറി വരുന്നത്. അപ്പോൾ അവരെ ആരെയും കൊന്നിട്ടില്ല. ഇതുകൂടി കാണുന്നതും ഇവർക്ക് ആർക്കും ഒന്നും മിണ്ടാൻ കഴിയാതെ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അകത്തേക്ക് വന്ന് ഓസ്റ്റൻ മോണിക്ക ഇവരോട് രണ്ടുപേരോട് സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും അവരിങ്ങനെ ചോദിക്കത്തില്ല. ഇയാനും നിക്കിയും രണ്ട് മുറികളിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ഇയാനാണെങ്കിൽ ഇത്രയും കാര്യം പറഞ്ഞിട്ട് അതെല്ലാം തെറ്റായി പോയല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ക്യാമറ പതിയെ അവിടേക്ക് വെച്ചിട്ട് അവന്റെ ബാഗ് കൊടുത്ത് അവൻ ഈ ഒരു ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് പോകും. പക്ഷെ അങ്ങനെ പോകുന്നതിന് മുന്നേ ഈ പെൺകുട്ടികളുടെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് അവർ പറയും, ഹേയ് ഞങ്ങളുടെ ക്യാമറ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇയാൻ പറയും, അതെ ഇന്നലെ ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചതാണ്, അതുപോലെ നിങ്ങളെടുത്ത ആ ഒരു ഫോട്ടോയുടെ പുറകിൽ നിക്കിയുണ്ട് ദേവൻ, അതെങ്ങനെ വന്നു എന്നെല്ലാം ചോദിക്കുമ്പോൾ അവർക്ക് ആ ഒരു കാര്യം പോലും അറിയത്തില്ല. ഇതെങ്ങനെയോ കണ്ടുമുട്ടി എവിടെ വെച്ച് ഫോട്ടോ എടുത്തപ്പോൾ പുറകിൽ വന്നുപോയതാണ്. അങ്ങനെ ഇതുകൂടി ആവുന്നത് നമ്മുടെ ഇയാൻ എന്തായാലും അതിനകത്ത് നിൽക്കാൻ തയ്യാറാവാതെ ബാഗ് എടുത്ത് നേരെ വെളിയിലേക്ക് ഇറങ്ങും. കുറേ ദൂരം ആ ഒരു ക്യാബിനടുത്ത് നിന്നും നടന്നിങ്ങനെ പോകുമ്പോഴത്തേക്കും എന്തോ അവൻ അങ്ങനെ നടന്നു പോകാനായിട്ട് തോന്നുന്നില്ല. അവൻ അതുപോലെ തന്നെ തിരിച്ചു വന്നിട്ട് ഇയാനിപ്പോ നിക്കിയെ ഒരു മുറിയിലേക്ക് വിളിച്ചു വരുത്തി, സോറി നിക്കി ഞാൻ അങ്ങനെയൊന്നും പറയരുതായിരുന്നു എന്നെല്ലാം പറഞ്ഞ് നിക്കിയോട് നല്ലതുപോലെ ക്ഷമ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിക്കിയാണെങ്കിലോ അതൊന്നും വലിയ കാര്യമാക്കണമെന്നും പറഞ്ഞിട്ട് അവൻ ഇതൊന്നും വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. നിന്റെ അവസ്ഥ എന്തായാലും എനിക്ക് മനസ്സിലാവും എന്നെല്ലാം പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് അത് കഴിഞ്ഞ് വീണ്ടും ഇവർ യാത്ര തുടങ്ങാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും നടന്നിങ്ങനെ പോകുന്നു. ഇവർക്ക് നേരത്തെ വന്ന ആ രണ്ട് പെൺകുട്ടികളാണല്ലോ, അവർ രണ്ടുപേരും വേറെ വഴിക്ക് തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ഇവർ നാലുപേരും കുറെ ദൂരം നടന്നു വരുമ്പോഴത്തേക്കും ഇപ്പോൾ രണ്ട് വഴിയുണ്ട്. ഈ രണ്ട് വഴിയിലൂടെ പോയാലും ഇവർക്ക് എത്തേണ്ട ആ ഒരു അടുത്ത ക്യാമ്പിലേക്ക് എത്താൻ കഴിയും. അപ്പൊ ഇവർ പറയും, ശരി നമുക്ക് എന്തായാലും രണ്ടായിട്ട് പിരിയാം, മോണിക്കയും ഓസ്റ്റിനും നിങ്ങൾ രണ്ടുപേരും ഒരു വഴിക്ക് പോയിക്കോ, ഞാനും ഇയാനും മറ്റൊരു വഴിക്ക് പോവാന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും രണ്ട് വഴിക്കടി ഇങ്ങനെ പോവാണ്. അങ്ങനെ നമ്മുടെ നിക്കിയും ഇയാനും ഇവർ രണ്ടുപേരും കുറെ ദൂരം ഇങ്ങനെ നടന്നു പോകുന്നു. ഒരുപാട് ദൂരം നടന്നു നിന്നിട്ടും ഇവർക്ക് ആ ഒരു ക്യാബിനുണ്ടല്ലോ ആ ഒരു സ്ഥലം കണ്ടുപിടിക്കാണ്ട് കഴിയുന്നില്ല. അങ്ങനെ നടന്നു പിന്നെയും പോകുന്നു.
അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ നിക്കി ഏതോ ഒരു ഈ മൃഗങ്ങളെ പിടിക്കാനായിട്ട് ഒരു കെണി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചവിട്ടാനായിട്ട് വരും. പക്ഷെ ജസ്റ്റ് മിസ് ഇയാൻ അവനെ പിടിച്ചങ്ങ് മാറ്റും. അതുകൊണ്ട് തന്നെ നിക്കി പെട്ടെന്ന് പേടിച്ചിട്ട് ആ ഒരു പേടിയിൽ കുറച്ച് ദൂരം മാറി നിൽക്കും. അപ്പോഴേക്കാണ് ഇയാൻ പറയുന്നത്, ബാ നമുക്ക് എന്തായാലും ആ ഒരു സ്ഥലം കണ്ടുപിടിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഇപ്പോൾ മുന്നിൽ എന്തെങ്കിലും കെണിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു കമ്പ് വെച്ച് തട്ടിയാണ് ഇങ്ങനെ നടന്നു പോകുന്നത്. അങ്ങനെ നടന്ന് കുറേ ദൂരം ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മുടെ ഇയാൻ വീണ്ടും എപ്പോഴും അവനെ ഫോളോ ചെയ്യുന്ന ആ ഒരു കറുത്ത രൂപം ഉണ്ടല്ലോ, അതിപ്പോഴും അവനെ ഫോളോ ചെയ്യുന്നതായിട്ട് അവൻ കാണുന്നുണ്ട്. അപ്പോഴേക്കാണ് ഈ ഒരു കാര്യം എന്തായാലും നിക്കിയോട് പറയാന്ന് പറഞ്ഞ് ഇയാൻ നിക്കിയെ വിളിച്ചിട്ട്, നിക്കി കുറെ നേരമായിട്ട് എന്നെ എന്തോ ഫോളോ ചെയ്യുന്നത് പോലെ എനിക്ക് നല്ല പേടിയാവുന്നുണ്ടെന്ന് പറയുമ്പോൾ നിക്കി പറയും, ഇല്ലല്ല പേടിക്കേണ്ട ആവശ്യമില്ല, അതെനിക്ക് തോന്നുന്നതായിരിക്കും, നമ്മൾ ഈ ഒരു കാടിനുള്ളിലൂടെ അല്ലേ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവരെ കുറച്ചു നേരം അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെയായിട്ട് ഈ ഒരു വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നു. രണ്ടുപേരും അവിടേക്ക് ഓടി ചെല്ലുമ്പോൾ അതൊരു വെള്ളച്ചാട്ടമാണ്. എന്താന്ന് വെച്ചാല് ഇവർക്ക് പോകാനായിട്ടുള്ള ആ ഒരു സ്ഥലത്തിനടുത്താണ് ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളത്. അത് കണ്ടുപിടിച്ച ആ ഒരു സന്തോഷത്തില് രണ്ടുപേരും അങ്ങനെ ചാടിയിട്ട് ഇപ്പൊ ആ ഒരു സന്തോഷത്തില് രണ്ടുപേരും അവിടേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ ആ ഒരു വഴി കണ്ടുപിടിച്ച് നടന്നു പോകുമ്പോൾ ഇപ്പോഴും ഇയാന്റെ പുറകെ തന്നെ എന്തോ ഫോളോ ചെയ്യുന്നത് പോലെ. എന്നിട്ട് പറയും, എനിക്ക് വീണ്ടും ആ ഒരു ഫീലിംഗ്, കാരണം എന്തോ ഒന്ന് എന്നെ ഫോളോ ചെയ്യുന്നത് പോലെ എന്ന് പറയുമ്പോൾ, നീ പേടിക്കേണ്ടതേ ഈ ഒരു ടോർച്ച് വെച്ചോ എന്ന് പറഞ്ഞ് നിക്കിയുടെ കയ്യിലുള്ള ഒരു ടോർച്ച് എടുത്ത് ഇയാന്റെ കയ്യിൽ കൊടുത്ത് അത് അടിച്ചാണ് ഇവർ രണ്ടുപേരും പോകുന്നത്. കാരണം ഇപ്പോൾ നല്ല ഇരുട്ടായി. അങ്ങനെ രണ്ടുപേരും ആ ഒരു ട്രെയിലിനടുത്തേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമ്മുടെ ഇയാന്റെ കയ്യിൽ നിന്ന് ആ ഒരു ടോർച്ച് നേരെ താഴേക്ക് വന്ന് വീഴും. അപ്പോഴാണ് നിക്കി പറയുന്നത്, ഏയ് അത് എത്രയും പെട്ടെന്ന് എടുത്തേ പറ്റും, കാരണം അത് അത്രയും വില കൂടിയ ഒരു ടോർച്ചാണ് എന്ന് പറയുമ്പോൾ ഇയാൻ അവനോട് സോറി പറഞ്ഞിട്ട് ശരി ഞാൻ തന്നെ അത് എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് അവൻ ആ ഒരു ബാഗ് അവിടെ ഊരി വെച്ചിട്ട് പതിയെ ആ ഒരു ടോർച്ച് എടുക്കാനായിട്ട് അതിനെ താഴേക്ക് ഇറങ്ങി ചെന്ന് ആ ഒരു കൈ കൊണ്ട് ടോർച്ച് എടുക്കാനായിട്ട് ഇങ്ങനെ വരുന്നതും ആഹാ കാണിക്കുമ്പോഴത്തേക്കും ദേ ഇതുപോലെ അവന്റെ അടുത്ത് ആ ഒരു കറുത്ത രൂപം ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ഇത്ര അടുത്ത് ആരെ കണ്ടാലും ആരായാലും പേടിച്ചു പോകത്തില്ലേ. പെട്ടെന്ന് അവൻ ആ ഒരു ടോർച്ച് എടുത്ത് നേരെ മുകളിലേക്ക് ഓടിങ്ങി വരികയാണ്. അങ്ങനെ ഞാൻ മുകളിലേക്ക് വരുമ്പോഴത്തേക്കാണ് ബാക്കിയുള്ള നമ്മുടെ മോണിക്കയും ഓസ്റ്റനും ഇവർ രണ്ടുപേരും അവിടേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഇവർ കൂടി വരുന്നത് നമ്മുടെ ഇയാൻ പെട്ടെന്ന് കരഞ്ഞിട്ട്, ഹേയ് അവിടെ ഞാൻ ഒരു കാര്യം കണ്ടു എന്ന് പറഞ്ഞ് ഇവരോട് പറയുമ്പോൾ ഇവർ ഈ കുറേ നേരമായിട്ട് ഇയാൻ ഈ ഒരു കാര്യം തന്നെ പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അവരിപ്പോഴും അത് വലിയ കാര്യമാക്കാതെ ഇവർ ആ ഒരു ക്യാബിനിലേക്ക് ചെല്ലും. അങ്ങനെ നമ്മുടെ ഇയാൻ ഒറ്റയ്ക്ക് ഒരിടത്ത് ഇരിക്കുമ്പോൾ ഓസ്റ്റൻ, മോണിക്ക, നിക്കി ഇയാന്റെ ആ ഒരു പ്രശ്നമുണ്ടല്ലോ, അവന്റെ ആ ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ള കാര്യം ഇവർ മൂന്നുപേരും ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. വേറെ ഒന്നല്ല, നമ്മുടെ ഇയാൻ ഈ ഒരു രൂപത്തെ കാണുന്നത് കൊണ്ട് അവർ വിചാരിക്കും കാടിനുള്ളിലേക്ക് വന്നപ്പോൾ അവന് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണും, അതുകൊണ്ട് ഈ ഒരു ട്രിപ്പിന് മുന്നോട്ട് കൊണ്ടുപോകണ്ട, അല്ലെങ്കിൽ ഇയാനെ എത്രയും പെട്ടെന്ന് തിരികെ കൊണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ഇയാൻ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ഇവർ വീണ്ടും അവരുടെ യാത്ര തുടങ്ങുമ്പോൾ ഇയാന്റെ കൂടെ ഈ ഒരു രീതിയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ നിക്കിക്ക് അത്രയും നല്ലതായിട്ട് തോന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരിടത്ത് റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കാണ് ഇയാൻ അവനോട് പറയുന്നത്, സോറി നിക്കി, ഞാൻ കാരണം നിന്റെ യാത്ര ഇപ്പോൾ വളരെ മോശമായല്ലേ. ഏയ് അതൊന്നും കുഴപ്പമില്ല, എന്തായാലും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നിനക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നീ തിരിച്ചു പോയിക്കോ എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നിക്കി എന്താ ചെയ്തെന്ന് വെച്ചാല് എന്തായാലും ഇയാന് കുറച്ച് സമാധാനം കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മാറിപ്പോവാണ്. അങ്ങനെ നടന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ നിക്കി അലറി വിളിക്കുന്ന ആ ഒരു ശബ്ദം ഇയാൻ കേൾക്കും. അങ്ങനെ ഇതെന്താണെന്നറിയാൻ വേണ്ടി ഇയാൻ പതി ആ ഒരു വശത്തേക്ക് ശബ്ദം കേൾക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താന്ന് വെച്ചാലേ അതിപ്പോ നമുക്ക് എന്തായാലും കാണിച്ചു തരുന്നില്ല. ഇത് കണ്ട ഇയാൻ അത്രയും വേഗതയിൽ തിരിച്ചു കൊടുന്നു. കാണിക്കുമ്പോഴത്തേക്കാണ് ഇവിടെ ഓസ്റ്റനും മോണിക്കയും ഇവര് രണ്ടുപേരും ഈ ഒരു കാടിന്റെ മറ്റൊരു വശത്ത് നിന്നും ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇയാൻ പേടിച്ച് ഓടിയ അവരുടെ അടുത്തേക്ക് വന്നിട്ട്, ഹേയ് പ്ലീസ് നിങ്ങൾ ഒരു കാരണവശാലും ഇവിടേക്ക് വരരുത്, നിക്കിക്ക് ഒരു കാര്യം സംഭവിച്ചു, അതുകൊണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾ വന്ന വഴിയെ തിരിച്ചു പോകണമെന്ന് പറയുമ്പോൾ അവര് രണ്ടുപേരും വിചാരിക്കും ഇവൻ നേരത്തെ പോലെ തന്നെ ഭ്രാന്ത് പറയായിരിക്കും എന്ന് പറയുമ്പോൾ അപ്പോഴും നമ്മുടെ ഇയാൻ പറയുന്നുണ്ട്, പ്ലീസ് ഒരു കാരണവശാലും നിങ്ങൾ ഇവിടേക്ക് വരരുതെന്ന് പറയുന്നുണ്ടെങ്കിലും മോണിക്ക പറയും ശരി ഞങ്ങളൊന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും മാറി നിന്ന് സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ ഓസ്റ്റൻ അവന്റെ കയ്യിലോട്ട് കത്തി എടുത്തു വെച്ചിട്ട് ഇയാന്റെ നേർക്ക് വന്നിട്ടാണ് പറയുന്നത്, നീ കുറെ നേരമായി ഇത് കാണിക്കുന്നു, അതുകൊണ്ട് ഇനി ഞങ്ങളുടെ പുറകെ വരരുത് എന്നും പറഞ്ഞ് ഇവര് രണ്ടുപേരും ആ ഒരു വശത്തേക്ക് തന്നെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഇയാൻ അവിടെ തന്നെ നിൽക്കാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും നടന്ന് ആ ഒരു വശത്തേക്ക് വന്നിട്ട് ബാഗെല്ലാം അവിടെ വെച്ച് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ് നിൽക്കുന്നത് പെട്ടെന്ന് മോണിക്കയുടെ പുറകിലൂടെ എന്തോ ഒരു കാര്യം അവളെ കുത്തുന്നുണ്ട്. അവളുടെ വായിലൂടെ രക്തവും വന്ന് പെട്ടെന്ന് അവളെ വലിച്ച് ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പോവാണ്. ഇതും കൂടി ആകുമ്പോഴത്തേക്ക് ഓസ്റ്റൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ അവിടെ നിന്ന് ആ ഒരു വശത്തേക്ക് ഓടി വരുമ്പോഴത്തേക്കും മരത്തിന്റെ പുറകിലായിട്ട് നമ്മുടെ ഇയാനുണ്ടല്ലോ അവൻ ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നു. ഇതുകൂടി കണ്ട് ഓസ്റ്റൻ വിചാരിക്കും അത് ഇയാനായിരിക്കും ചെയ്തതെന്നും പറഞ്ഞ് അവന്റെ കഴുത്തിലേക്ക് വന്ന് പിടിച്ചിട്ട് എവിടെ മോണിക്ക എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇയാൻ പേടിച്ചു നിൽക്കല്ലേ. കാണിക്കുമ്പോഴത്തേക്കാണ് മോണിക്കയുടെ ശരീരം അവിടെ കിടക്കുന്നു, അവൾ മരിച്ചു കിടക്കാണ്. ഇത് കണ്ട് ഓസ്റ്റൻ ഓടി അവളുടെ അടുത്തേക്ക് വന്ന് അവളെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടി നമ്മുടെ ഇയാനെ നല്ലതുപോലെ അടിക്കും. അപ്പൊ അടി കൊള്ളുമ്പോഴത്തേക്ക് ഇയാൻ പേടിച്ചിട്ട് മറ്റൊരു വശത്തേക്ക് ഓടാണ്. ഓടി വരുന്ന സമയത്ത് ഒരു ട്രാപ്പ് അവിടെ ഉണ്ട്, അതിൽ ചവിട്ടാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ചാടി ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇതറിയാതെ ഓസ്റ്റൻ വന്ന് ആ ഒരു കെണിയിലേക്ക് ചവിട്ടി കൊടുക്കും. അപ്പൊ അവന്റെ കാലിൽ ആ ഒരു കെണി പിടിക്കുന്നതും ഇയാൻ അങ്ങനെ തിരിച്ചു വന്നിട്ട് ആ ഒരു കെണി വലിച്ചൂരാണ്. അങ്ങനെ വലിച്ചൂരാൻ ശ്രമിക്കുമ്പോഴത്തേക്കാണ് മോണിക്ക ഉണ്ടല്ലോ അവളുടെ ശരീരത്തിനടുത്തേക്ക് എന്തോ ഒരു കാര്യം വന്ന് ഇയാൻ ഇപ്പോ ഓസ്റ്റനെ അവിടേക്ക് ഇങ്ങനെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നതും എന്തോ ഒരു കാര്യം വന്ന് അവളെ വലിച്ചെടുത്തോണ്ട് പോകുന്നുണ്ട്.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇയാനല്ലേ ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓസ്റ്റിന് മനസ്സിലായി. അങ്ങനെ ഓസ്റ്റിന്റെ കാലിൽ ആ ഒരു കെണി ഒഴിച്ചിട്ട് ഓസ്റ്റിനെ വിളിച്ച് ഇവർ രണ്ടുപേരും ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ പോവാണ്. എവിടേക്കാന്ന് വെച്ചാൽ ആ ഒരു ക്യാബിന്റെ അടുത്തേക്ക്. അതുപോലെ ഇവർ നടന്നു പോകുമ്പോഴത്തേക്കും ഓസ്റ്റിന് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇതുപോലെ ഒരു കാര്യം കണ്ടിട്ട് അവൻ നല്ലതുപോലെ പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അവസാനം ഇവർ രണ്ടുപേരും ആ ഒരു ക്യാബിന്റെ അടുത്തേക്ക് വരും. അങ്ങനെ അതിനകത്തേക്ക് കയറിയിട്ട് നമ്മുടെ ഓസ്റ്റിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരിടത്തേക്ക് ഇരുത്തി ഇയാനിപ്പോ ഇവർ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ അതിനെ ആക്രമിക്കാനുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലയെന്ന് അവിടെ എല്ലാവരും നോക്കാണ്. അപ്പോൾ ഓസ്റ്റൻ പറയുന്നുണ്ട് ഇനി നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല, അത് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരുമെന്ന് പറയുമ്പോൾ ഇയാൻ പറയും ഇല്ലില്ല, നമ്മൾ എന്തായാലും രാവിലെ ആകുമ്പോഴത്തേക്കും ഇവിടെ നിന്നും നേരെ തിരിച്ചു പോകുന്നു, അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇപ്പോൾ വേറെ വഴിയില്ല എന്ന് പറയുന്നത്. ഓക്കെ, അത് തന്നെയായിരിക്കും, എന്നിരുന്നാലും അതെന്തായാലും നമ്മളെ കൊല്ലാൻ വരുമെന്ന് ഓസ്റ്റൻ പറയും. അപ്പോഴേക്കാണ് നമ്മുടെ ഇയാൻ ഒരു കോടാലി കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ആ ഒരു കോടാലി എടുത്ത് കയ്യിലേക്ക് വെച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് ഇവരുടെ ഡോറിൽ എന്തോ തട്ടുന്ന ശബ്ദം. ഇയാൻ പതി അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അതെന്തായാലും ഇവർ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ജീവി ഉണ്ടല്ലോ അതാണ്. അങ്ങനെ കുറെ നേരം അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഈ ഒരു ശബ്ദം കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങ് സ്റ്റോപ്പ് ആവാണ്, എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ ഇയാൻ അവിടെ തന്നെ ചെവി വെച്ച് ഇങ്ങനെ കേട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഡോറ് ഇടിച്ചങ്ങ് തെറിപ്പിക്കുന്നു. എന്നിട്ട് കാണിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഈ രണ്ട് വലിയ കാലുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കും ഒരു വലിയ രാക്ഷസ പക്ഷിയാണത്. അപ്പൊ ഇതാണ് ഈ ഒരു കാടിനുള്ളിലുള്ള എല്ലാവരെയും കൊല്ലുന്നത്. അപ്പൊ ഈ ഒരു രാക്ഷസ പക്ഷിയാണ് ഇവിടെയുള്ള എല്ലാവരെയും കൊല്ലാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഇത് പെട്ടെന്ന് നമ്മുടെ ഓസ്റ്റിന്റെ അടുത്തേക്ക് വരുന്നതും അവൻ ഇതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ വലിയ കൊമ്പുകൊണ്ട് അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവനാണെങ്കിൽ ആൾറെഡി കാലും വയ്യ. അങ്ങനെ ഓസ്റ്റിനെ താഴേക്ക് തള്ളിയിട്ടിട്ട് അവന്റെ മുകളിലേക്ക് നിന്ന് അവന്റെ മുഖത്തേക്ക് ആ ഒരു വലിയ കൊക്കുകൊണ്ട് കുത്താനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്ക് അവൻ പിടിച്ചിങ്ങനെ വെച്ചേക്കുന്നു. ഇത് കണ്ട നമ്മുടെ ഇയാനാണെങ്കിലോ ആ ഒരു കോടാലി എടുത്തിട്ട് വന്നിട്ട് ഇതിനെ വെട്ടുന്നുണ്ട്. പക്ഷെ അതാണെങ്കിൽ ആ ഒരു കൊക്കുകൊണ്ട് ഇയാനെ ഒരു ഒറ്റയടി അവൻ തെറിച്ചങ്ങ് പോവും. എന്നിട്ട് ആ ഒരു കൊക്കുകൊണ്ട് ഓസ്റ്റിന്റെ മുഖത്തേക്ക് അങ്ങ് കുത്തിയിറക്കി അവനെ അവിടെ വെച്ച് കൊല്ലുകയാണ്. കൊന്നതിന് ശേഷം അതിന്റെ ആ ഒരു സന്തോഷം അത് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പക്ഷി പാതിയെ ഇയാന്റെ അടുത്തേക്ക് ഇങ്ങനെ നോക്കും. എന്നിട്ട് അവനെ കൊത്താനായിട്ട് വരുന്നതും ഇവ 2-3 തവണ ആ ഒരു പക്ഷിയുടെ കൊത്തുകൊള്ളാതെ ഒഴിഞ്ഞു മാറുന്നുണ്ട്. അങ്ങനെ ഇത് കൊത്തി കൊത്തി അവസാനം ആ ഒരു കൊക്ക് കൊണ്ട് ഈ ഒരു ഫ്ലോറിൽ ഇങ്ങനെ കുത്തി വെക്കുന്നതും ഈ ഒരു ഗ്യാപ്പിൽ ഇയാൻ എഴുന്നേറ്റ് ഒരു സ്റ്റീൽ പാത്രം എടുത്ത് അതിന്റെ ദേഹത്തേക്ക് എറിയും. അതിനെന്തോ ആവാനായിട്ട് ഒന്നും ആവത്തില്ല. എന്നിട്ട് അത് വീണ്ടും വലിച്ചൂരി ഇയാന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കഴുത്തിലേക്ക് തല വെച്ചിട്ട് അവനെ 2-3 തവണ അവിടേക്ക് ഇടിക്കും. അപ്പൊ ഇയാനാണെങ്കിൽ അതിന്റെ കൊക്കിൽ പിടിച്ച് അതിനെ പിടിച്ചു നിർത്താനായിട്ട് കഴിയുന്നുണ്ട്. കാരണം അവന്റെ അത്രയും വലിപ്പമുണ്ട് അതിന്. അങ്ങനെ ആ ഒരു രീതിയിൽ ശ്രമിച്ചിട്ടും ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ അവനെ കുറെ നേരം കഴുത്ത് ഞെരിച്ച് ഇതിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഇയാൻ അതിന്റെ തലയിലേക്ക് കൈ വെച്ച് പിടിച്ച് പിടിച്ച് അതിന്റെ കണ്ണിലേക്ക് വെച്ചിട്ട് ഒറ്റ കുത്ത്. അപ്പൊ ഇത് കാരണം ആ ഒരു പക്ഷി ഇങ്ങനെ കരയുമ്പോഴത്തേക്കും അതിന്റെ വാ തുറന്ന് ഇയാന്റെ കൈ അതിനകത്തായി പോവും. അപ്പൊ ഇത് അവന്റെ കൈയിലേക്ക് വെച്ചൊരു ഒറ്റ കടി. അപ്പോൾ വേദന കാരണം ഇയാൻ പെട്ടെന്ന് കരഞ്ഞിട്ട് അവന്റെ കൈ വെച്ച് ഈ ഒരു പക്ഷിയുടെ കഴുത്തിലേക്ക് പിടിച്ച് പതിയെ തന്നെ ഞെരിക്കാണ്. ഞെരിച്ച് അതിനെ താഴേക്ക് കൊണ്ടുവന്ന് അതിനെ ഒരു വിധത്തിൽ കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്ക് ഓസ്റ്റനും അതേപോലെ തന്നെ ആ ഒരു പക്ഷിയും അവിടെ മരിച്ചിടക്കാണ്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ ഇയാൻ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങും. ഇപ്പൊ കുറെ ദൂരം നടന്ന അവസാനം ഇവൻ ആ ഒരു ഹൈക്കിംഗ് തുടങ്ങിയല്ലോ ആ ഒരു സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരും. അപ്പൊ ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് കൂടിയുണ്ട് അവന്റെ കാറിനടുത്തേക്ക് ചെല്ലാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കരയാണ്. കാരണം കൂടെയുള്ള എല്ലാവരും മരിച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന അറിയാതെ അവൻ അവിടെ നിൽക്കുമ്പോൾ മുകളിൽ നിന്നും എന്തോന്ന് അവന്റെ തലയിലേക്ക് വീഴുന്നു. പക്ഷെ അത് മഴ പെയ്യുന്നതല്ല, രക്തത്തുള്ളികളാണ്. മുകളിലേക്ക് നോക്കുമ്പോൾ ആ മരത്തിന് മുകളിലായിട്ട് ഇതിനകത്തേക്ക് പോയ വേറെ 2 പെണ്ണുങ്ങളുണ്ട്. അവരിൽ ഒരാളെ കൊന്നിങ്ങനെ വെച്ചേക്കുന്നു. അങ്ങനെ ഇതുകൂടി കാണുന്നതും ഇയാൻ അവിടെ നിന്ന് ഓടി മറ്റൊരിടത്തേക്ക് ഒളിച്ചു വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു കാടിനുള്ളിൽ അതുപോലെ തന്നെ മറ്റു രാക്ഷസ പക്ഷിയും കൂടി ഉണ്ടായിരുന്നു. അത് അവിടെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നു. ഇത് കണ്ട് നമ്മുടെ ഇയാൻ പതിയെ താഴേക്ക് ഇരുന്നിട്ട് ഇത് ഒരു പക്ഷിയല്ല 2 പക്ഷിയാണെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് മുട്ടിലിഴഞ്ഞി അങ്ങനെ പോവാണ്. കുറെ ദൂരം ചെല്ലുമ്പോഴത്തേക്കാണ് ആ ഒരു പക്ഷിയുടെ മുട്ടയുണ്ടല്ലോ അതിങ്ങനെ കാണുന്നുണ്ട്. അതുകൂടി കാണുന്നതും ഇയാൻ അതിനൊന്നും ചെയ്യത്തില്ല. അവനിപ്പോ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി അവസാനം ഈ ഒരു കാടിന് വെളിയിലേക്ക് വരാറായി. ഓടി വന്നിട്ട് അവിടെ ക്ഷീണിച്ച് നിൽക്കുമ്പോൾ പുറകിൽ എന്തോ ഒരു ശബ്ദം തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അതാ ഒരു പക്ഷിയായിരുന്നു. ഇത് പെട്ടെന്ന് അവനെ കൊത്താനായിട്ട് വരുമ്പോൾ അതിന്റെ കൊക്കിലേക്ക് പിടിച്ചിട്ട് വീണ്ടും അതുമായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാണ്. പക്ഷെ ഇത്തവണ അത് നമ്മുടെ ഇയാനെ ചവിട്ടി താഴേക്കിട്ട് ഇത് നേരത്തെ ഉള്ളതല്ല, രണ്ടാമത്തെ ആ ഒരു പക്ഷിയാണ്. എന്നിട്ട് അവന്റെ ദേഹത്തേക്ക് കാല് വെച്ച് ഒരു കൊത്തുമ്പോഴത്തേക്ക് അവന്റെ മുഖത്തേക്ക് ഇങ്ങനെ തട്ടി ഉരഞ്ഞങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് അവന്റെ കാലിലേക്ക് ഈ ഒരു കൊക്ക് കുത്തി ഇറക്കുന്നുണ്ട്. ഇപ്പൊ അവനെ വേദന കാരണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുമല്ല അവന്റെ പാന്റിൽ ആ ഒരു കൊക്ക് ഉടക്കിയത് കൊണ്ട് തന്നെ ഇയാൻ എന്താ ചെയ്യുന്നത് വെച്ചാല് ഈ ഡ്രസ്സ് അങ്ങ് ഊരി അങ്ങ് കളഞ്ഞിട്ട് ജീവനും കൊണ്ട് അവിടെ നിന്ന് വെളിയിലേക്ക് ഓടുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഓടി അവന്റെ കാറിനടുത്തേക്ക് ചെല്ലും. എന്നിട്ട് കാറിന്റെ ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ അത് തുറക്കാനും കഴിയുന്നില്ല. ഓക്കെ, ഇവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞ് ഇവിടേക്ക് വന്ന ആ ഒരു വഴിയുണ്ടല്ലോ ആ ഒരു വഴിയെ ഇയാൻ ഓടാൻ തുടങ്ങും. അങ്ങനെ കുറെ ദൂരം ഓടി അവസാനം ക്ഷീണിച്ചിട്ട് അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരം നിന്ന് മറ്റൊരു വണ്ടി വരുന്നതും അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കാണ്. അപ്പൊ ആ ഒരു കാടിനകത്തേക്ക് ഇനി ആരൊക്കെ പോയാലും അവരെല്ലാവരും ഈ ഒരു പക്ഷി കൊല്ലും എന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. അപ്പൊ അതോടെ ഈ ഒരു മൂവി എന്തായാലും ഇവിടെ വെച്ച് അവസാനിച്ചു. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.